എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ ടെൻറ്റയില് അതാണെങ്കിൽ അടുത്ത ട്രാൻസ്ഫർമേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് കണ്ട് എയ്റ്റയില് പറയും അത് അടുത്ത ട്രാൻസ്ഫർമേഷനിലേക്കല്ല, അതിന്റെ റിയൽ ട്രാൻസ്ഫർമേഷനിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഫൈനൽ ട്രാൻസ്ഫർമേഷനിലേക്ക് എത്താൻ ഇനി ഒരേ ഒരു സ്റ്റെപ്പ് മാത്രമേ ബാക്കിയുള്ളൂ. അതിനുള്ളില് നമ്മൾ അതിനെ തടയണം. ഉടനെ വീണ്ടും ആ ടെൻറ്റയില് അത് ടെയിൽഡ് ബീസ്റ്റ് ബോംബ് ക്രിയേറ്റ് ചെയ്ത് നയൻറ്റയില് നേരെ വലിച്ചെറിയും. മാധുര പറയും ടെൻറ്റയിലെ കൺട്രോള് അത് പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടു. അതിന്റെ ഫോക്കസ് അതാ നയൻറ്റയിലിനെയാണ്. അതാ നയൻറ്റയിലിനെ തകർക്കാനാണ് ഇത്രയും കഷ്ടപ്പെട്ട് ജയന്റ് ബോംബുകൾ പോലും അതിപ്പോ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാധുര പറയും എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുൻപ് ഞാൻ ഇവിടുന്ന് എസ്കേപ്പ് ആവാൻ പോവാണ്. അതേസമയം ഷിക്കമരു അവനാണെങ്കിൽ ആ ജയന്റ് ടെയിൽഡ് ബീസ്റ്റ് ബോംബ് അതിനെ നോക്കി നിൽക്കും. ഷിക്കമരു പറയും അതെ, അത് നറൂട്ടോയെ ലക്ഷ്യമാക്കി തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ കൊണ്ടൊന്നും അതിനെ തടയാൻ കഴിയില്ല. അതിന് സാക്കുറ അവള് പറയും ഉറപ്പായിട്ടും നമുക്കും ചില കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും. നറൂട്ടോ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? അവൻ കോംപ്രൻസിന് വേണ്ടി അവന്റെ ജീവൻ പോലും ബലി കൊടുക്കാൻ തയ്യാറായവനാണ്. സോ അവനു വേണ്ടി നമ്മളുടെ ജീവൻ പണയം വെച്ച് നമ്മളിത് തടഞ്ഞിരിക്കും. നമ്മളെല്ലാവരും നറൂട്ടോയുടെ കോംപ്രൻസ് ആണ്. അത് കേട്ട് ഇപ്പൊ അവിടെ ഉണ്ടായിരുന്ന ഷിനോബികള് അവര് സന്തോഷിക്കാൻ തുടങ്ങും. അവൾ വീണ്ടും പറയും എന്താ നടക്കാൻ പോണേന്ന് എനിക്ക് പറയാൻ കഴിയില്ല, പക്ഷെ എന്തൊക്കെ നടന്നാലും നമ്മുടെ പരിശ്രമം അത് നമ്മള് നിർത്താനായിട്ട് പാടില്ല. അപ്പൊ ഷിക്കമരു അവൻ ഈനോയോട് ചോദിക്കും ഈനോ നിനക്ക് കുറച്ചു പേരെ ലിങ്ക് ചെയ്യാൻ കഴിയോ? അതിനവള് പറയും എനിക്ക് കഴിയും. ചോച്ചി ആണെങ്കിൽ അത് കേട്ട് ഹാപ്പി ആവും. ചോച്ചി ചോദിക്കും ഷിക്കമരു അപ്പൊ നിന്റെ ഉള്ളില് എന്തോ ഒരു പ്ലാൻ ഉണ്ടല്ലേ? ഒരുപാട് നാളായി നീ നല്ലൊരു പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ട്. സോ ഇനി മുതൽ നിന്റെ പ്ലാനിങ്ങിനും മൂവ്മെന്റ്സിനും വേണ്ടിയാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്. ഉടനെ ഷിക്കമരു അവനിപ്പോ കിഡ്സുജിന്റെ അടുത്തേക്ക് വരും. അവൻ കിഡ്സുജിയോട് ചോദിക്കും ഞാൻ പറഞ്ഞു തരുന്ന പോലെ കറക്റ്റ് ആയിട്ട് എർത്ത് സ്റ്റൈൽ ഗെഞ്ചിപ്സു അത് നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയോ? ഹിഡൻ സ്റ്റോൺ വില്ലേജിലുള്ള ഷിനോബികൾക്ക് മാത്രമല്ല എല്ലാ ഷിനോബികൾക്കും നിങ്ങളത് പറഞ്ഞു കൊടുക്കണം. വില്ലന്മാർക്ക് നല്ല ക്വാളിറ്റി ഉണ്ട്, പക്ഷെ നമുക്ക് നല്ല ക്വാണ്ടിറ്റിയും. സോ നമ്മുടെ ക്വാണ്ടിറ്റി അവരുടെ ക്വാളിറ്റിയെ ഇല്ലാതാക്കണം. അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. നമ്മുടെ സ്ട്രെങ്ത് ഉപയോഗിച്ച് വലിയൊരു ബാരിയർ നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ആ ഒരു ബീസ്റ്റ് ബോംബിനെ അതിന് പ്രതിരോധിക്കാൻ കഴിയൂ. അതിന് കിഡ്സുജി അവൻ ഡബിൾ ഓക്കെ പറയും. അടുത്തതായിട്ട് ഷിക്കമരു അവൻ കില്ലർ ബിയോട് പറയും നീ മുകളിലേക്ക് പോയി ടെയിൽഡ് ബീസ്റ്റ് ബോംബിനെ താഴേക്ക് അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇപ്പൊ ഈനോയെ കാണിക്കും. അവളാണെങ്കിൽ അവളുടെ സോള് വെച്ച് അവൾ അടുത്ത സെക്കൻഡ് തന്നെ എല്ലാവരെയും കണക്ട് ചെയ്യാനായിട്ട് ആരംഭിക്കും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഇപ്പൊ ആ ഇല്യൂഷൻ വേൾഡിലുള്ള ഒബീറ്റോയെയും കാക്കാഷിയെ കാണിക്കും. ഒബീറ്റോ ആണെങ്കിൽ വീണ്ടും വീണ്ടും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് കാക്കാഷിയെ ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഞാനിപ്പോ ഒരു ഹാർട്ട്ലെസ് ഫെലോ ആണ്, എനിക്ക് തിരികെ ഹാർട്ട് തരാനായി നിനക്ക് കഴിയോ? പഴയ സന്തോഷപൂർണമായ ആ ഒരു ലൈഫ് അവിടെ നിന്റെ കുറവ് അതെന്നെ വല്ലാതെ ബാധിക്കുന്നു. സോ നീ ദയവ് ചെയ്ത് എന്റെ കൂടെ ആ പുതിയ ലോകത്തേക്ക് വരണം. അവിടെ നമുക്ക് ആവശ്യമായതെല്ലാം നമുക്ക് വേണ്ടി കാത്തിരിപ്പുണ്ട്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് വീണ്ടും ഈനോയെ കാണിക്കും. അവളാണെങ്കിൽ വമ്പൻ ആക്ഷൻസ് ഒക്കെ ഇട്ട് അവളുടെ കണക്ഷൻ പ്രോസസ്സ് അത് സ്റ്റാർട്ട് ചെയ്യും. അവൾ ചെയ്യുന്നത് പോലെ തന്നെ ബാക്കിയുള്ള ഷിനോബികളും കറക്റ്റ് ആയിട്ട് ചെയ്ത് അവളുമായിട്ട് കണക്ട് ആവാനായിട്ട് ആരംഭിക്കും. 5 ഷിനോബി വേൾഡിലുള്ളവരും കറക്റ്റ് ആയിട്ട് ആ ഒരു കണക്ഷൻ ബാരിയർ അത് ക്രിയേറ്റ് ചെയ്യും. ഭൂമി പിളർന്ന് ആ ഒരു ബാരിയർ അത് അങ്ങനെ ക്രിയേറ്റ് ആവുമ്പോ സാക്ഷാൽ എയ്ത്ത് ടെയില് സാക്ഷാൽ കില്ലർ ബേ അവൻ ഷിക്കമരു പറഞ്ഞതുപോലെ മുകളിൽ നിന്ന് താഴേക്ക് അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അവരെന്തൊക്കെ ചെയ്തിട്ടും ആ ബീസ്റ്റ് ബോംബിനെ പ്രിവെന്റ് ചെയ്യാൻ കഴിയില്ല. അതാ ബാരിയർ അത് മുഴുവനായിട്ടും തകർത്ത് മുൻപോട്ട് പാഞ്ഞടുക്കാണ്. കിഡ്സുജി ആണെങ്കിൽ ആളുടെ മാക്സിമം ലെവലില് അതിനെ പ്രിവെന്റ് ചെയ്യാൻ നോക്കിക്കൊണ്ടേയിരിക്കും. അവസാനം ആ ലാസ്റ്റ് ബാരിയർ അതും തകരുന്ന സമയത്തായിരിക്കും കില്ലർ ബി അവൻ ഡയറക്റ്റ് ആയിട്ട് ചാടി വന്ന് ആ വലിയൊരു ബീസ്റ്റ് ബോംബിനെ തടയാൻ ശ്രമിക്കും. എനിക്ക് എന്തൊക്കെ സംഭവിച്ചാലും കുഴപ്പമില്ല, പക്ഷെ എന്തു വില കൊടുത്തും നറൂട്ടോയുടെ ജീവൻ ഞാൻ പ്രൊട്ടക്ട് ചെയ്യും. അതേസമയം ഇവിടെ കക്കാഷി അവൻ പറയും ഏതെങ്കിലും ഒരുവൻ അവൻ സ്വന്തം കോംപ്രൻസിനെ വിട്ടുകൊടുക്കുകയാണെങ്കിൽ അവന്റെ സ്ഥാനം വേസ്റ്റിനും താഴെയാണ്. എനിക്കിപ്പോ എന്റെ കോംപ്രൻസിനെ വിട്ടുകൊടുക്കാൻ കഴിയില്ല. അവരെ തനിച്ചാക്കി മരണത്തിന് വിട്ടുകൊടുത്ത് പുതിയൊരു ലോകത്തിലേക്ക് പോയി സുഖിക്കാൻ എനിക്ക് താല്പര്യമില്ല. എന്റെ പഴയ ഒബീറ്റോയെയും ഞാൻ മറന്നിട്ടില്ല, പക്ഷെ ഇപ്പൊ കാണുന്ന ഒബീറ്റോയെയും എനിക്ക് മറക്കാൻ കഴിയില്ല. കട്ട് ചെയ്ത കില്ലർ ബി കഷ്ടപ്പെട്ട് തടഞ്ഞ ആ ഒരു ടെയിൽഡ് ബീസ്റ്റ് ബോംബ് അതിന് അടുത്ത സെക്കൻഡ് ഇപ്പൊ കാണാനുണ്ടാവില്ല. എന്തു പറ്റി, എന്താ ഉണ്ടായേ, അതെവിടെ പോയിന്ന് പറഞ്ഞ് അവര് ടെൻഷനായിട്ട് ചുറ്റും നോക്കും. അപ്പോഴായിരിക്കും അവര് കാണുക ഫോർത്ത് ഹൊക്കാകെ സാക്ഷാൽ മിനട്ടോ ആളവിടേക്ക് ചാടി വീഴും.
ആളാണ് ടെലിപ്പോർട്ടേഷൻ ജിപ്സ് ഉപയോഗിച്ച് ആ ഒരു ടെയിൽഡ് ബീസ്റ്റ് ബോംബിനെ മറ്റൊരു ഭാഗത്തേക്ക് കൊണ്ടുപോയത്. നറൂട്ടോയ്ക്കാണെങ്കിൽ പപ്പയെ കണ്ട് ഭയങ്കര സന്തോഷാവും. സാക്കുറ അത് കേട്ട് വണ്ടടിക്കും, ഇതാണോ കുട്ടപ്പന്റെ പപ്പ? അപ്പ ആ ഒരു ടെയിൽഡ് ബീസ്റ്റ് ബോംബ് കാണിക്കും, അത് മറ്റൊരു ഭാഗത്ത് പോയി പൊട്ടി അങ്ങോട്ട് തെറിക്കും. അതിന്റെ ഫോഴ്സ് ആണെങ്കിൽ ഇപ്പൊ ബാറ്റിൽ ഫീൽഡിലേക്ക് ഒഴുകിയെത്തും. സാക്കുറ ചോദിക്കും, നിങ്ങളാണോ നറൂട്ടോയുടെ പപ്പ? നിങ്ങൾ എന്തിനാ ഇപ്പൊ ഇവിടേക്ക് വന്നേ? റിയാനിമേഷനിലൂടെ ആ ദുഷ്ടന്മാര് അവരാണോ നിങ്ങളെ വീണ്ടും ക്രിയേറ്റ് ചെയ്തത്? അതിന് മിനട്ടോ ചിരിക്കും. ആള് പറയും, പേടിക്കേണ്ട ആവശ്യമില്ല, ഞാൻ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാനാണ് ഇവിടേക്ക് എത്തിയത്. ഓ, നീ നറൂട്ടോയെ ഹീൽ ചെയ്യാണോ? നീയാണോ നറൂട്ടോയുടെ ഗേൾ ഫ്രണ്ട്? നറൂട്ടോയ്ക്കാണെങ്കിൽ അത് കേട്ട് കുറച്ച് സന്തോഷാവും. അവൻ അതേന്ന് വിളിച്ചു പറയുമ്പോ സാക്കുറ ഫുൾ കലിപ്പില് അവന്റെ തലയ്ക്ക് തന്നെ ഒരൊറ്റ ഇട്ടി കൊടുക്കും. മിനട്ടോയ്ക്കാണെങ്കിൽ സാക്കുറയെ കാണുമ്പോ സാക്ഷാൽ ഖുഷീനെ ആയിരിക്കും ഓർമ്മ വരിക. സാക്കുറ വീണ്ടും കുട്ടപ്പനെ ഹീൽ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ നറൂട്ടോയ്ക്ക് മനസ്സിലാവും, ഫോർത്ത് ഹൊക്കാഗ മാത്രമല്ല മറ്റുള്ള ഹൊക്കാഗാസ് അവരും ഇവിടേക്ക് വരുന്നുണ്ട്. നറൂട്ടോ അത് പറഞ്ഞ് അടുത്ത സെക്കൻഡ് തന്നെ തേർഡ് ഹൊക്കാഗ അവിടേക്ക് ചാടി വീഴും. തേർഡ് ഹൊക്കാഗയെ കണ്ട് ലീഫ് വില്ലേജിലെ ഷിനോബികള് അവർ ഒരുപാട് സന്തോഷിക്കും. തേർഡ് ഹൊക്കാഗയുടെ തൊട്ടു പുറകെ ഫസ്റ്റ് ഹൊക്കാഗയും സെക്കൻഡ് ഹൊക്കാഗയും അവർ രണ്ടുപേരും നല്ല പവറായി അവിടേക്ക് ചാടി വീഴും. ജനങ്ങളാണെങ്കിൽ 4 ഹൊക്കാഗമാരെയും കണ്ട് അങ്ങനെ ഫ്രീസ് ആയിട്ട് നിൽക്കുകയാണ്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്. അപ്പൊ അതിലൊരു ഷിനോബി ചോദിക്കും, ഓ മൈ ഗോഡ്, നിങ്ങളെങ്ങനെ വീണ്ടും തിരികെ എത്തി? ആരാണ് റിയാനിമേഷനിലൂടെ നിങ്ങളെ തിരികെ കൊണ്ടുവന്നേ? അതിന് സെക്കൻഡ് ഹൊക്കാഗ പറയും, ഞങ്ങളെ വീണ്ടും ഇവിടേക്ക് കൊണ്ടുവന്നത് അത് മറ്റാരുമല്ല, സാക്ഷാൽ ഒറോച്ചിമാറുമാണ്. അവരങ്ങനെ കാര്യമായിട്ട് സംസാരിക്കുമ്പോഴായിരിക്കും സാക്ഷാൽ മാതുറ അവനിപ്പോ അവന്റെ സ്ക്വാഡുമായി ആസുറാമയുടെ മുൻപിലേക്ക് ചാടി വീഴുക. മാതുറ പറയും, നിനക്കത്ര ധൈര്യം ഉണ്ടെങ്കിൽ നീ ഇപ്പോഴും എന്റെ മുൻപിൽ വന്ന് നിൽക്കും. ഇപ്പൊ തന്നെ ഈ നിമിഷം തന്നെ നമുക്ക് ഫൈറ്റ് ചെയ്യാം. നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എന്നോട് ഫൈറ്റ് ചെയ്യ്. അത് കേട്ട് ആസുറാമ ചിരിക്കും. ആസുറാമ പറയും, എനിക്കിപ്പോ നീയുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തന്നെയാണ് ഞാൻ ഇവിടേക്ക് വന്നത്. പക്ഷെ അതിനു മുൻപ് ആ ടെൻറ്റയില് എനിക്ക് അതിനെ ആദ്യം കൺട്രോൾ ചെയ്യണം, പിന്നീട് ഞാൻ നീയായിട്ട് ഫൈറ്റ് ചെയ്യും. അത് കേട്ട് മാതുറ നൈസായിട്ട് ചമ്മി ഐസാവും. മിനട്ടോ നറൂട്ടോട് പറയും, നീ പേടിക്കേണ്ട ആവശ്യമില്ല, ഞങ്ങൾ എല്ലാവരും എത്തിക്കഴിഞ്ഞു. ഈ ടെൻറ്റയിലിനെയും ഒബീട്ടോയെയും മാതുരയെയും ഇവരെ എല്ലാവരെയും ഞങ്ങൾ തുരത്തി ഓടിക്കും. മാത്രമല്ല, നിനക്കിഷ്ടപ്പെട്ട നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആരെയാണോ നീ തിരികെ കൊണ്ടുവരാൻ ആഗ്രഹിച്ചത്, അവനും ഇതേ ബാറ്റിൽ ഫീൽഡിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത നിമിഷം മിനിട്ടോ അവനിപ്പോ ആ 9 ടൈൽ പവറിലേക്ക് പോവും. എന്നിട്ട് സെക്കൻഡ് ഹൊക്കാഗയും തേർഡ് ഹൊക്കാഗയും കറക്റ്റ് പൊസിഷനിൽ നിർത്തും. ഇവിടെ നറൂട്ടോ ആണെങ്കിൽ ആകെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. പപ്പയ്ക്ക് എങ്ങനെ ഈ 9 ടൈൽ മോഡ് അത് ആക്ടിവേറ്റ് ആയി? 9 ടൈൽ ഉള്ളത് എന്റെ ബോഡിയിലല്ലേ? അപ്പോഴായിരിക്കും 9 ടൈല് അത് കുട്ടപ്പനോട് പറയാ, ആക്ച്വലി എന്റെ പകുതി പവറാണ് നിന്റെ ബോഡിയിൽ സീൽ ചെയ്തിരിക്കുന്നത്, ബാക്കിയുള്ള നെഗറ്റീവ് പവർ അത് മുഴുവനും നിന്റെ പപ്പയുടെ ബോഡിയിൽ പണ്ടേ സീൽ ചെയ്തതാണ്. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ ആ ഒരു 9 ടൈൽ പവർ അതുപയോഗിച്ചാണ് ആ 10 ടൈലിനെ ബീറ്റ് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുന്നത്. അതേസമയം മിനട്ടോയെ കാണിക്കും, അവനാണെങ്കിൽ സെക്കൻഡും തേർഡും ഹൊക്കാഗയ്ക്ക് 9 ടൈൽ പവർ കൊടുക്കും. അതിനുശേഷം അവർ 4 പേരും ചേർന്ന് ഒരു ഫോർമേഷൻ ജിപ്സോ അത് ക്രിയേറ്റ് ചെയ്ത് വലിയൊരു വാള് തന്നെ ക്രിയേറ്റ് ആക്കും. ഉടനെ ആ ഒരു വലിയ വാള് അതൊരു കേജ് ആക്കി മാറ്റി ആ 10 ടൈലിനെ അതിനെ ലോക്ക് ചെയ്യും. അത് കഴിഞ്ഞ് ഹാസുറാമ ആളുടെ പവർ ഉപയോഗിച്ച് ആ 10 ടൈലിന്റെ ഓരോ ടൈലും അങ്ങനെ ലോക്ക് ചെയ്യാണ്. കറക്റ്റ് ടൈമില് ഇപ്പൊ സാസുക അവൻ അവിടേക്ക് പറന്നു വരും. അവനെ കണ്ട് സാക്കുറ അവള് ഷോക്കായിട്ട് ചോദിക്കും, സാസുക നീ എന്തിനാ ഇപ്പൊ ഇവിടേക്ക് വന്നേ? അത് കേട്ട് സാസുക അവൻ തല താഴ്ത്തി നിൽക്കും. സാസുക പറയും, ഇത്രയും നാളും ഞാൻ എന്തൊക്കെയോ ചെയ്തു, പക്ഷെ ഇപ്പൊ എന്റെ മനസ്സിൽ അതൊന്നുമില്ല. ലീഫ് വില്ലേജിനെ എനിക്ക് പ്രൊട്ടക്ട് ചെയ്തേ പറ്റൂ. അതിനുശേഷം ഈ ഒരു ലീഫ് വില്ലേജിന്റെ ഹൊക്കാഗ അത് ഞാനായി മാറുന്നു പറയും. അത് കേട്ട് ഒരു സെക്കൻഡ് എല്ലാവരും ഫ്രീസായി ഇപ്പൊ സാസുകയെ തന്നെ നോക്കി നിൽക്കും. ഷിക്കമരു, ചോച്ചി, ഈനോ അവരെല്ലാവരും ഒറ്റ സ്വരത്തിൽ ചോദിക്കും, നീ ഒരു റോക്ക് നിഞ്ചയല്ലേ, നിന്നെ കൊണ്ട് എങ്ങനെ ലീഫ് വില്ലേജിന്റെ ഹൊക്കാഗയായി മാറാൻ കഴിയും? അതിനവൻ പറയും, എനിക്ക് സംസാരിച്ച് നിൽക്കാൻ ഇപ്പൊ ടൈമില്ല, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടെന്ന് പറഞ്ഞ് അവൻ പതിയെ മുൻപോട്ട് നടക്കും. ഉടനെ നറൂട്ടോ അവനിപ്പോ സാസുകയുടെ അടുത്തേക്ക് വരും. അതിനുശേഷം സാസുകയെ നോക്കി നറൂട്ടോ പറയും, ഞാനായിരിക്കും അടുത്ത ലീഫ് വില്ലേജിലെ ഹൊക്കാഗ. അങ്ങനെ അവർ രണ്ടുപേരും ഇപ്പൊ ഫേസ് ടു ഫേസ് നോക്കും. അത് കേട്ട് ഫസ്റ്റ് ഹൊക്കാഗ ആൾ ടെൻഷനാവും. നിങ്ങൾ ഈ സമയത്ത് പോലും പരസ്പരം വഴക്കിടാണോ? 10 ടൈല് അതിന്റെ റാംപേജ് തുടങ്ങി കഴിഞ്ഞു, എത്രയും പെട്ടെന്ന് അതിനെ ലോക്ക് ചെയ്യണം. ഫ്യൂച്ചർ ഹൊക്കാഗമാര് അതിനുവേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യേ. സാക്കുറ പറയും, ഞാനും നിങ്ങളുടെ ടീമിലെ ഒരു മെമ്പറാണ്, ടീം 7ന്റെ പവർഫുൾ ആയിട്ടുള്ള മെമ്പർ. സോ നമ്മൾ 3 പേരും
ഈ ഫൈറ്റ് നയിക്കും. നമ്മൾ 3 പേരും ഒരുമിച്ചായിരിക്കും ഈ ഫൈറ്റ് ചെയ്യുക. അത് കണ്ട് എല്ലാവരും ഇപ്പൊ ഹാപ്പി ആയിട്ട് നിൽക്കും. അടുത്ത സെക്കൻഡ് ടീം 7 അവർ ഫൈറ്റ് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.